കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളിലൂടെ എത്ര രൂപ നൽകി? കേരളത്തിന് ഒന്നും കിട്ടിയില്ലേ എന്നായിരുന്നു പിണറായി വിജയൻ 2 തവണയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയ്ക്ക് വിവിധ മണ്ഡലങ്ങൾക്ക് ഒക്കെ തന്നെ 20 മണ്ഡലങ്ങളാണല്ലോ നമുക്കുള്ളത്. കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് തൃശൂർ MP മന്ത്രി സുരേഷ് ഗോപി. തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയക്കാരനായി മാറിയതാണ്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു, കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തുന്നു. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, കൃത്യമായ കണക്കുകൾ സഹിതമാണ് പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അത് മനസ്സിലാക്കി എല്ലാവരും നന്നായിട്ടൊക്കെ ആ ഒരു കാര്യം വിനിയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് തിരുവനന്തപുരം മണ്ഡലം 2025-26, 2026-27 വർഷങ്ങളിൽ കൊടുത്ത തുകകളാണ്. ആദ്യഘട്ടത്തിൽ 96.54 കോടി, രണ്ടാം ഘട്ടത്തിൽ 26-27 20.98 കോടി. അങ്ങനെ അതിൻ്റെ കണക്കുകൾ വ്യക്തമായി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. ഇത് രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോയി, എത്ര ഗവൺമെൻറ് ആശുപത്രികൾക്ക് ഒക്കെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പണം വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിന് കൊടുത്തേ പറ്റൂ. മൊത്തം കേരളത്തിന് നൽകിയത് 1759 കോടി രൂപയാണ് എന്ന കാര്യമാണ് സുരേഷ് ഗോപി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ 14 ജില്ലകൾക്കായി കേന്ദ്ര സർക്കാർ 1200.92 കോടി രൂപ അനുവദിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഓഗസ്റ്റ് 24 വരെ 558.73 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതോടെ 2 സാമ്പത്തിക വർഷങ്ങളിലായി 1759 കോടി രൂപ ആരോഗ്യ മേഖലയ്ക്കായി, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്കായി നീക്കിവെച്ചു. സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിനും ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും മരുന്നുകളും മറ്റ് ആരോഗ്യ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനുമാണ് ഫണ്ട് വിനിയോഗിക്കേണ്ടത്. NHM വിഹിതം, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ വിഹിതത്തിന്റെ പകുതിയിലധികം തുക മാനവ വിഭവശേഷിക്കായി മാത്രം മാറ്റിവെക്കരുത് എന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോഗ്രാം മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം നൽകാൻ പാടില്ല. ഇവരുടെ ശമ്പളം സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ നിന്നാണ് നൽകേണ്ടത്. ഇത് നമ്മൾ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഈ നിയമന അഴിമതി, അതായത് ഈ പിൻവാതിൽ നിയമനങ്ങൾ, ഒരുപാട് പേരെ ഇത്തരത്തിൽ പിൻവാതിലൂടെ നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുക്കുന്നു. ഒപ്പം സ്ഥിരം ജീവനക്കാർക്കും ഈ NHM ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എല്ലാ മേഖലകളിലും കേരളവും കേന്ദ്രവുമായിട്ട് ഒരു പ്രത്യേക ഒരു ഫോർമുലയിൽ വേണം പോകാനായിട്ട്, ഒരു ബാലൻസിങ്ങിൽ വേണം പോകാനായിട്ട്. അതാണല്ലോ ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെയും വികസനമാണ്. ഇവിടെ ചിറ്റമ്മ നയങ്ങളോ ഒന്നുമില്ല. കേരളം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിലെ 20 MP ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ മുൻകൈയെടുത്ത് കണക്കുകൾ കൃത്യമായി കേന്ദ്ര ധനമന്ത്രാലയത്തിന്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും ഒക്കെ തന്നെ കൈമാറേണ്ടതാണ് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് സുരേഷ് ഗോപി ഈ ഒരു കണക്ക് അവതരിപ്പിച്ചതിലൂടെ നൽകുന്നത്.